ഹലോ ഡിയേഴ്സ്, സ്നേഹപ്രമി ശ്യാമ സീരിയലിൻ്റെ 490 ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സീൻ തുടങ്ങുന്നത് ബെഞ്ചമിൻ ചന്ദ്രശേഖരനെ ജയിലിൽ പോയി കാണുന്നതാണ്. ബെഞ്ചമിൻ്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ചന്ദ്രശേഖരനെ ജയിലിൽ നിന്നും പുറത്താക്കണം എന്നതാണ്. ചന്ദ്രശേഖരൻ ബെഞ്ചമിനോട് പറയുകയാണ്, എടോ, താൻ എനിക്ക് ചെയ്തു തരുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു വാടക കൊലയാളിയായി വന്ന താൻ എനിക്കും എൻ്റെ മകൻ്റെയും രക്ഷകൻ കൂടിയാണ് താനിപ്പോൾ. മറ്റാരാണെങ്കിലും പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇട്ടേച്ച് പോകുന്നവരാണ് പലരും. എന്നാൽ താൻ അങ്ങനെയല്ല. അപ്പോൾ ബെഞ്ചമിൻ മറുപടി അറിയുകയാണ്, സർ, നമ്മൾ രണ്ടുപേരും സഞ്ചരിക്കുന്നത് ഒരേ ദിശയിലാണ്. ഇരുട്ട് വീണ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യവും ഒന്നാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ മറുപടി പറയുന്നുണ്ട്, താൻ എന്നെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഈ ഓരോ നിമിഷവും എനിക്ക് തരുന്ന എനർജി വലുതാണ്. അതുകൊണ്ട് തന്നെ കണിമംഗലം പിടിച്ചടക്കിയ ശേഷവും എൻ്റെ മരണം വരെ ബെഞ്ചമിൻ എന്നോടൊപ്പം ഉണ്ടാകും. ശേഷം സ്ക്രീനിൽ കാണിക്കുന്നത് രാധിക ശ്യാമ മേഡത്തെ, അതായത് ഫിദ മേഡത്തെ കാണാനായിട്ട് അവിടേക്ക് പോകുന്നതാണ്. രാധിക വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അമൃത ഡോറ് തുറക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, ഫിദ മേഡം എവിടെ? എന്നോടൊരു കാര്യം അത്യാവശ്യമായിട്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമൃത ചോദിക്കുന്നു, അതൊരു ചെറിയ കാര്യമല്ലേ, അതിനെന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് ഫിദയോട് പറയുകയാണ്, രാധിക കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്യാമ ഫിദ മേഡമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. രാധിക ഫിദയെ കണ്ടതും ഓടി വന്ന് ചോദിക്കുകയാണ്, എന്താ കാര്യമെന്ന് പറയേ, വേഗത്തിൽ അതറിയാനാണ് ഞാൻ വേഗത്തിൽ ഓടി വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫിദ പറയുന്നുണ്ട്, അത് അങ്ങനെ കേൾക്കേണ്ട കാര്യമൊന്നുമല്ല, അത് വളരെ ഗൗരവമായി കേൾക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും എന്തെന്ന് പറ എന്ന് രാധിക വീണ്ടും ചോദിക്കുമ്പോഴേക്കും ഫിദ പറയുന്നുണ്ട്, ഞാൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ പേര് പറയുകയാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അതിശയിപ്പിച്ച ഒരു സോങ് അദ്ദേഹം ഇന്നലെ കേട്ടു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാരാ പാടിയെന്ന് എന്നോട് ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധിക തിരിച്ച് ചോദിക്കുകയാണ്, ആരാ, ശ്യാമ മേഡമാണോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ശ്യാമ. അതാരെ പറ്റിയാണ് പറഞ്ഞതെന്നറിയാവോ? ആ ആളുടെ പേരാണ് രാധിക എന്ന് പറയുമ്പോഴേക്കും രാധിക ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഫിദ മേഡത്തിന് എന്നെ വളരെ ഇഷ്ടമായതുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഫിദ പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് സന്തോഷിപ്പിക്കാനായിട്ട് ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരെനിക്ക് കൂട്ടിച്ചേർത്ത് പറയണമോ മോളെ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും അമൃത പറയുകയാണ്, അല്ല മോളെ, അതിനുള്ള തെളിവ് ഫിദയുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഫിദ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോട്ട്ബുക്കിൽ നിന്നും ആ റിപ്പോർട്ട്, ന്യൂസ് പേപ്പറിൻ്റെ ആണോ ഒരു മാഗസിൻ്റെ ആണോ ഏതോ ഒരു റിപ്പോർട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ രണ്ടുപേരുടെയും, രാധികയുടെയും ശ്യാമയുടെയും ഫോട്ടോ കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫിദ പറയുകയാണ്, ഞാൻ ഇന്നലെ ഈ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പാരഗ്രാഫിലും ഈ ശ്യാമയും രാധികയും, ഈ രണ്ടുപേരെയും തമ്മിൽ അമ്മയും മകളും എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അത് കേൾക്കുന്ന രാധിക ഒന്ന് ഞെട്ടുകയും അമൃത രാധികയെ ശ്രദ്ധിക്കുന്നുമുണ്ട്. ശേഷം രാധിക ദേഷ്യവും സങ്കടവും വന്ന് കടിച്ചമർത്തിക്കൊണ്ട് ഒന്നും പറയാതെ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോഴേക്കും ഫിദ പിറകെ വിളിക്കുന്നുണ്ട്, മോളെ പോകല്ലേ, നിൽക്കെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാധിക വാതിൽക്കൽ ചെന്നിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. സോറി മാഡം, ഞാൻ മാഡത്തോട്ട് പോകുന്നു എന്നൊരു വാക്കുപോലും പറയാതെയാണ് ഇറങ്ങിപ്പോയത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്നതിനൊരു കാരണമുണ്ട്. കാരണം എന്നെ കാണുന്ന എല്ലാവരും ഞാൻ ശ്യാമ മേഡത്തെ പോലെ, ഞാനും ശ്യാമ മേഡവും അമ്മയും മകളും പോലെ ഇരിക്കുന്നു, എൻ്റെ അമ്മയാണ് ശ്യാമ മേഡം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പലതും പ്രചരിച്ച് പറയുന്നുണ്ട്. അപ്പോഴെല്ലാം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്, ഞാൻ ഒരിക്കലും ശ്യാമ മേഡം പ്രസവിച്ച മകളായിരിക്കരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് ഫിദയുടെ മുഖം ഞെട്ടുന്നുണ്ട്. അതായത് ഫിദ ശ്യാമയാണല്ലോ, ശ്യാമ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അമൃതയും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ മോളെ എന്ന് ഫിദ ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് രാധിക പറയുകയാണ്, അത് പിന്നെ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് പോയ സ്വന്തം അമ്മ എത്ര വലിയ ആളായാലും അവരോട് എനിക്ക് വെറുപ്പ് തന്നെയാണ്. കാരണം വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച ശേഷം ഇതുവരെയും തിരിഞ്ഞു വന്നില്ലല്ലോ. ഇനി ഏതെങ്കിലും ഒരാൾ ആ ജീവനെ കണ്ടെത്തി നല്ല നിലയിലാക്കിയ ശേഷം ഇത് എൻ്റെ മകളാണ് എന്ന് പറഞ്ഞു വന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ രാധിക പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും ഇതാകെ അങ്ങ് നടുങ്ങി പോകുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അമൃത പറയുകയാണ്, മോളെ, ഒരമ്മയും സ്വന്തം കുഞ്ഞിനെ അങ്ങനെ വലിച്ചെറിഞ്ഞ് പോകാൻ
ആഗ്രഹിക്കുന്നില്ല. അഥവാ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധിക തിരിച്ച് ചോദിക്കുകയാണ്, അമൃതമ്മയുടെ മകളും കൂടിയായിട്ട് പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോഴേക്കും മകള് മറ്റൊരാളുടെ അവകാശിയാണ്, അതെൻ്റേതാണ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും അമൃത മേഡം വിട്ടുകൊടുക്കുമോ? അമൃത മേഡം അവൾക്ക് വേണ്ടി ചാവില്ലേ? അതൊന്നും എൻ്റെ അമ്മ ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് എൻ്റെ യശോദ അമ്മയുടെയും ഫിദ മേഡത്തിൻ്റെയൊക്കെ സ്നേഹമുണ്ട്. എനിക്ക് തലമുറയായി അത് മതി. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക വേഗം കാറിൽ കയറി പോവുകയാണ്. ഇത് കേട്ട് ശ്യാമയും അമൃതയും ആകെ വിഷമത്തിലായിട്ട് ഒരു സങ്കടം വന്ന പരുവത്തിൽ നിൽക്കുകയാണ്. ശേഷം സ്ക്രീനിൽ കാണിക്കുന്നത് സുകുമാരി അമ്മയും പ്രിയങ്കയും കൂടിയായിട്ട് റൂമിൽ വയറിളകി ആകെ ഒരു പരുവത്തിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാണിക്കുന്നത്. വളരെ ഒരു രസകരമായ ഒരു സീൻ തന്നെയായിരുന്നു അത്. എന്നിട്ട് പറയുകയാണ്, വയറിളകി ആകെ ഒരു അവശതയിലായി, ഞങ്ങൾക്ക് ആകെ വിശക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, നമുക്ക് അടുക്കളയിൽ പോയാലോ, എന്തെങ്കിലും തരുമായിരിക്കും അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുകുമാരി അമ്മ പറയുന്നുണ്ട്, അതെ തരുമായിരിക്കും, കണിമംഗലംകാർ ഭയങ്കര അഭിമാനികളാണ്, അതുകൊണ്ട് തരാതിരിക്കില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടിയായിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജയഭാരതി അമ്മ അവിടെ ചെന്ന് ഒന്ന് ചുമയ്ക്കുമ്പോഴേക്കും ജയഭാരതി അമ്മ ചോദിക്കുന്നുണ്ട്, സുകുമാരി എങ്ങോട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുകുമാരി അമ്മ പറയുകയാണ്, കൊച്ചിന് വിശക്കുന്നു. അപ്പോൾ ജയഭാരതി അമ്മ പറയുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് വലിയ കൂട്ടൊക്കെ ഉണ്ടല്ലോ, ഓർഡർ ചെയ്യാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുകുമാരി അമ്മ പറയുകയാണ്, ഈ കണിമംഗലം തറവാടിനെ കുറിച്ച് അങ്ങനെയല്ല കേൾക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ജയഭാരതി അമ്മ പറയുന്നുണ്ട്, അങ്ങനെ ഒരു അപഖ്യാതി കണിമംഗലത്തെക്കുറിച്ച് പറയേണ്ടുന്ന കാര്യമില്ലല്ലോ, അങ്ങനെ കേൾക്കുന്ന ഒരു തറവാടല്ല ഇത്. വിശക്കുന്നുവെങ്കിൽ വിശക്കുന്നവനെ ഊട്ടുന്ന ഒരു തറവാട് തന്നെയാണ് ഇത്. വിശക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് 2-3 മാസത്തേക്ക് വേണ്ടത് കൊടുത്തിട്ട് ഇവിടെയുള്ളവർ വിശ്രമിക്കാറുള്ളൂ. 2-3 മാസത്തേക്കുള്ളത് കൊടുത്തിട്ട് ഇവിടെയുള്ളവർ വിശ്രമിക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ കണിമംഗലത്തിൻ്റെ ഗേറ്റ് എപ്പോഴും ആർക്കും വേണ്ടിയും തുറന്നു തന്നെയാണ് ഇരുന്നത്. അത് പൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിയങ്കയും സുകുമാരി അമ്മയും തന്നെയാണ് കാരണം. അതുപോലെ തന്നെ കണിമംഗലം തറവാടിൻ്റെ ഈ അടുക്കളയും അതും വിശക്കുന്ന ആർക്കും തുറന്നിരിക്കുന്നതാണ്, അതും അടയുകയില്ല. അപ്പോൾ സുകുമാരി അമ്മ പറയുന്നുണ്ട്, അത് എനിക്ക് വേണ്ട, ഈ ബുദ്ധിയില്ലാത്ത കൊച്ചിനെങ്കിലും എന്നിങ്ങനെ പറയുമ്പോഴേക്കും പത്മിനി പറയുന്നുണ്ട്, അവൾക്ക് ഈ ഭക്ഷണ കാര്യത്തിൽ മാത്രമാണല്ലോ ബുദ്ധിയില്ലാത്തത്, മറ്റെല്ലാത്തിലും ബുദ്ധിയുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ജയഭാരതി അമ്മ പറയുന്നുണ്ട്, സുകുമാരി ഇനി ഇവിടെ നിൽക്കണ്ട, വിശക്കുന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഇവിടെ സാധനങ്ങളുണ്ട്, അതിനെ കുക്ക് ചെയ്ത് കഴിച്ചോ, ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട. പരമേശ്വരൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞ് എന്താണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ ആ തീരുമാനം ഇവിടെ എല്ലാവരും പാലിക്കേണ്ടി വരും. അതുകൊണ്ട് പത്മിനി കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കിച്ചൺ പൂട്ടിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയ്യോ എൻ്റെ കൊച്ച് എന്നൊക്കെ പറഞ്ഞ് സുകുമാരി അമ്മ കരയുമ്പോഴേക്കും ജയഭാരതി അമ്മ പറയുന്നുണ്ട്, നാളെ മുതൽ അമ്മമ്മയ്ക്കും കൊച്ചിനും ആഹാരം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പാചകം കഴിച്ചോളൂ, കൂടുതൽ നേരം ഇവിടെ നിൽക്കണ്ട സുകുമാരി എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ഈ അവസ്ഥയിലുള്ള പെൺകുട്ടിയോട് ഇങ്ങനെ ക്രൂരത കാണിക്കരുത് എന്ന് സുകുമാരി അമ്മ പറയുമ്പോഴേക്കും അതൊന്നും ഇവിടെ നടക്കില്ല സുകുമാരി എന്ന് ജയഭാരതി അമ്മ പറയുന്നുണ്ട്. കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ നിൽക്കണ്ട സുകുമാരി, രണ്ടാളും ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന് വീണ്ടും ജയഭാരതി അമ്മ പറയുന്നുണ്ട്. അപ്പോഴേക്കും പത്മിനി പറയുകയാണ്, സ്ത്രീകൾ തമ്മിലുള്ള വിഷയങ്ങൾ ഞങ്ങളാണ് ഇവിടെ സംസാരിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞങ്ങളാണ് ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്ത്രീകൾ തമ്മിൽ ആവുമ്പോൾ അവിടെ അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നും പത്മിനി പറയുന്നുണ്ട്. ശേഷം ജയഭാരതി അമ്മ രണ്ടുപേരെയും ഓടിച്ചു വിടുകയാണ്. എന്നിട്ട് പത്മിനിയോടായിട്ട് വാണിംഗ് കൊടുക്കുകയാണ്, പത്മിനി നിൻ്റെ ചില സമയത്തുള്ള ആവശ്യമില്ലാത്ത ദയവ് കാണിക്കലാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം കുടുംബത്തിൽ വന്ന് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ നീ കൂടുതൽ ദയവ് കാണിക്കണം, നീ കൂട്ടങ്ങളോട് ഇങ്ങനെയുള്ള ദയവൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വാണിംഗ് ചെയ്യുകയാണ്. ശേഷം സ്ക്രീനിൽ ശ്യാമയും അമൃതയും കൂടെയായിട്ട് മുമ്പ് നടന്ന കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അമൃത ശ്യാമയെ സമാധാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ചെറിയ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അവർ വലിയ വലിയ കാര്യങ്ങൾ എടുത്തിട്ട് അങ്ങനെ ആശ്വസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ അമൃത ശ്യാമമ്മയുടെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, എന്ത് ചെയ്യാനായിടത്തേ, അഖിൽ സാറിൻ്റെ മരണത്തിന് ശേഷമെങ്കിലും എനിക്ക് എൻ്റെ കുട്ടിയെ എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു.
എൻ്റെ അടുത്ത് വന്നിട്ട് പോലും എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ആരെല്ലാമാണ് തടസ്സങ്ങളുണ്ടായത്? ആദ്യമായി ശരിയാ പ്രിയങ്കയുടെ മുത്തശ്ശി. ഏട്ടത്തി, അവൾ നിൽക്കുന്നത് ഒരുപാട് തടസ്സങ്ങളുടെ മുൻപിലാണ്. അവൾക്ക് ഒരു അറ്റാക്ക് തന്നെ നേരിടേണ്ടതുണ്ട്. ഒരു അത്യാവശ്യമുണ്ടായാൽ വരുണിനെ കൃത്യസമയത്ത് എത്താൻ സാധിച്ചു എന്ന് കഴിഞ്ഞില്ലെങ്കിലോ എന്ന് പറയുമ്പോഴേക്കും അമൃത സംശയത്തോടെ ശ്യാമയോട് ചോദിക്കുകയാണ്. ശ്യാമ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ശ്യാമ തിരികെ പറയുകയാണ്. ഏട്ടത്തി, ഞാൻ വേണമെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഹൃദയം ധരിച്ച് നടക്കാം. എന്നാൽ അത് അവളുടെ അമ്മ എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്കത് ഏറ്റവും നല്ലതല്ലേ? അത് എനിക്ക് ഏറ്റവും സന്തോഷമല്ലേ? എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന വേഷമല്ലേ അത്? ഇപ്പോൾ തന്നെ എല്ലാം കൊഴിഞ്ഞടക്കാണ് ശ്യാമേ. തൽക്കാലം നീ ഒരു കാര്യം മാറ്റി നിൽക്കുന്നതാണ് നല്ലത് എന്ന് അമൃത തിരിച്ച് ശ്യാമയോട് പറയുന്നുണ്ട്. പറ്റില്ല ഏട്ടത്തി. ഏട്ടത്തി തന്നെ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്ക്. രാധികയെ ആക്രമിക്കാനായിട്ട് ആളുകൾ എത്തുന്നുണ്ട്. തൽക്കാലം ആ കയ്യിൽ 5 പൈസ ഇല്ലാത്ത സുകുമാരി അമ്മയും പ്രിയങ്കയും തന്നെ. അവരെ വെറുതെ വിടുമോ? കാര്യമൊക്കെ ശരിയാണ്. ഉർവശിയും പിന്നെയും മോളോട് എതിരാണെങ്കിലും ആരെങ്കിലും അവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുമോ? നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ള ഏതോ ശത്രു രാധികയുടെ പിന്നിലുണ്ട്. അത്രയും തിരക്ക് പിടിച്ച് ഞാൻ അവളോട് പറയാമെന്ന് കരുതുന്നത് എനിക്ക് കിട്ടുന്ന സുരക്ഷ അവൾക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അമൃത പലതും പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിച്ച ശേഷം അമൃത അവിടെ നിന്നും പോവുകയാണ്. ശേഷം സ്ക്രീനിൽ കാണിക്കുന്നത് പ്രിയങ്ക ഭയങ്കരമായിട്ട് വിശന്ന് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. ഇത് കണ്ട് ഉർവശിയും കൽപ്പനയും അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും സുകുമാരിയമ്മ പറയുന്നുണ്ട്, പ്രിയങ്കയ്ക്ക് ഇവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശന്ന് ഇവൾ പ്രശ്നമുണ്ടാക്കുകയാണ്. അടുക്കളയിലേക്ക് പോയപ്പോഴേക്കും അവരാരും അവൾക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. പരമേശ്വരൻ പറയുന്ന നിയമങ്ങൾ ലംഘിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് സുകുമാരിയമ്മ ഉർവശിയോടും കൽപ്പനയോടും പറയുകയാണ്. ഇങ്ങനെ വന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ദയവായി അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.